ങ്ങളിലെ ആഘോഷങ്ങൾ ആകപ്പാടെ ആഘോഷ നിർഭരമായ ഒരു വേനൽക്കാലത്തിൻ്റെ പരിസമാപ്തിയാണ് വിഷുവിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ഫെയർവെൽ പാർട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പടക്കങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകപ്പാടെ വിജയസൂചകമായിട്ടുള്ള ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. കേരളത്തിലൊട്ടാകെ ഒരു പക്ഷേ വയനാടിനെ സംബന്ധിച്ച് അത് കൂടുതലായിട്ട്, കാരണം ഞങ്ങൾക്ക് ആ വലിയ അളവിൽ ഓണമില്ല, അതിനു കൂടി വിഷു ആഘോഷിക്കുകയാണ് ചെയ്യുക. കുട്ടികൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു കാര്യമാണ് ആഘോഷങ്ങൾ, നിസ്സംശയം. ഓണത്തിനാണെങ്കിൽ പൂ പറിക്കാനൊക്കെ പോവുക കുട്ടികളാണ്, അവർക്ക് ഓണക്കോടി കിട്ടും. വിഷുവിനാകട്ടെ സമൃദ്ധിയുടെ ഒരു ആഘോഷമാണ് വിഷു എന്ന് പറഞ്ഞല്ലോ. ആ സമൃദ്ധിയുടെ ചിഹ്നങ്ങളാണ് ഈ കണി വെക്കുന്ന വെള്ളരിക്കയിലും കണി വെക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കൊല വയ്ക്കുന്നു, പിന്നെ വെള്ളരിക്ക വയ്ക്കുന്നു, വരാനിരിക്കുന്ന ിക്കുമ്പോഴാണ് സമ്പന്നത അനുഭവിക്കുക. അങ്ങനെ ഈ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമ്മുടെ പണമൊക്കെ പോകും, ഇവർ കൊണ്ടുപോകും. എന്നാൽ പോലും ഒരു ദിവസത്തേക്കാണെങ്കിലും നമ്മൾ സമ്പന്നരാണ്, കീശയിൽ പണമുണ്ട്. രാവിലെ ഓരോരുത്തരായി തരുന്ന ചെറിയ നാണയങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ നാണയങ്ങളാണ്. ആ കാലം ഒടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ സംഖ്യയുമാണ് കാലം കൊണ്ട് തന്നെ. മാത്രമല്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ വലിയ തുകയാണ്. അങ്ങനെ വലിയ തുകകളുള്ള ഒരു കുബേരനായി കുട്ടി മാറുന്ന ഒരു അനുഭവവും വാസ്തവത്തിൽ ഈ വിഷുവിന് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വളരെ പ്രിയങ്കരമായ കാലമാണ്, നല്ല കാലാവസ്ഥയാണ്. വിഷുവിൻ്റെ വേറൊരു പ്രത്യേകത, ദിനരാത്രങ്ങൾ തുല്യമായ കാലയളവിലായിരിക്കും വിഷുവിന്. മറ്റൊരു ദിവസവും അങ്ങനെയല്ല. രാപ്പകലുകളുടെ ദൈർഘ്യം തുല്യമായിരിക്കും എന്ന് പറയുന്നതിൽ ഒരു അപൂർവമായ സമത്വ സൂചനയുണ്ട് പ്രകൃതി തരുന്നതായിട്ട്. മാത്രമല്ല വയനാടിന്
കഴിഞ്ഞതേ ഉള്ളൂ, നെല്ലൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ചില വിതകളൊക്കെ കളത്തിലൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ വള്ളിയൂർക്കാവ്, ഈ പള്ളിക്കുന്ന് പെരുന്നാൾ, കൽപ്പറ്റയിലെ വലിയ മൈതാന നേർച്ച, ഇങ്ങനെ ദിവസവും മാറി മാറി ആഘോഷങ്ങളാണ്. ഉറക്കം വീർത്ത് നിൽക്കുന്ന കൺപോളകളാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് വയനാട്ടിലെ അക്കാലം. തീർച്ചയായിട്ടും അക്കാലത്തെ ഈ ആഘോഷങ്ങളുടെ ആഘോഷമായ വിഷു കാത്തിരിച്ച്, വിഷുക്കാലത്തുള്ള വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ചക്കയും മാങ്ങയും ഒക്കെ ആയി തുടങ്ങുക. ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ്? ലോകരെല്ലാവരും രണ്ടേ രണ്ട് വാക്കുകളാണ് മലയാളമായി ഉച്ചരിക്കുക. അത് ചക്ക എന്ന് പറയുമ്പോഴും മാങ്ങ എന്ന് പറയുമ്പോഴും. ാണ് പക്ഷേ ചക്ക എന്നും മാങ്ങ എന്നും ലോകം പറയുന്നു. അത് രണ്ടും വിളഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിൻ്റെ ഉത്സവം കൂടിയാണ് വിഷു. അതുകൊണ്ട് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുക. അപ്പോൾ ഈ വീടുകളിലൊക്കെ പോകും. അങ്ങനെ വീടുകളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഈ ജന്മി, ഒരു സ്ഥലത്ത് ഉഴവഞ്ചേരി നാരായണൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ, മറ്റൊരാൾ പാലൂക്കര കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ ആൾ, ഇവരൊക്കെ നമുക്ക് അടുത്തേക്ക് വിളിച്ച് ഒരു 50 പൈസയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ കീശയിൽ േണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെയല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അന്ന് വളരെ സന്തോഷത്തോടുകൂടി ഒരു വിഷു പ്രഭാതത്തിൽ ഉണർന്ന് കുളിച്ച്, അങ്ങനെ അച്ഛനൊക്കെ ഈ കൊലകളൊക്കെ കൊണ്ടു കൊടുക്കണമെന്നാണ് കാലത്ത് ജന്മിക്ക്. വീട്ടിലുണ്ടാകുന്ന നല്ല വാഴക്കൊലകളൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് അച്ഛൻ്റെയൊക്കെ പുറകെ മെല്ലെ പോയി ആ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല, വരാന്തയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ പറയുന്ന ജന്മി സമീപത്തേക്ക് വിളിച്ച് ഇതുപോലെ ഒരു ചെറിയ തുക നമുക്ക് തരും. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളൊരു കുഞ്ഞു സമ്പന്നരായിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്, ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്നത്, എല്ലാ ബന്ധു വീടുകളിലും പോകും ആ ദിവസങ്ങളിൽ. ഒരു തരത്തിലുള്ള ഭിക്ഷയാചിക്കലാണെന്ന് ഇന്ന് തോന്നാം, എന്നാലും അന്ന് ആനന്ദമാണ്, ആഘോഷമാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ സാമാന്യം പണമൊക്കെ ആയിത്തീരും. അങ്ങനെ ഏടത്തിയും ഏട്ടന്മാരും ഒക്കെ നമ്മളെ കണ്ണു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ചോദിക്കുന്ന ഏതാണ്ട് വളരെ ആനന്ദമുള്ള ദിവസങ്ങളായിരുന്നു എൻ്റെ പഴയ വിഷുക്കാലം. അന്ന് വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ
മുതൽ നാം വൈകും വരെ ആഘോഷിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ വേനൽക്കാലത്തിനുള്ള ഈ ഫെയർവെൽ പാർട്ടി അതിഗംഭീരമായിട്ട് വയനാട്ടിലും എല്ലായിടത്തും നടക്കുന്നു. വയനാട്ടുകാർ സമ്പന്നരായിത്തീർന്നു. കാപ്പി വിറ്റ് വന്നേ ഉള്ളൂ, കുരുമുളകൊക്കെ വിറ്റ് കഴിഞ്ഞു. എല്ലാ വിധത്തിലും വയനാട്ടുകാർ സമ്പന്നരാണ് ഈ വേനൽക്കാലം അവസാനമാകുമ്പോഴേക്കും. അങ്ങനെ സമൃദ്ധിയുടെ ഒരു സുന്ദരമായ കാലമായിരുന്നു വയനാട്ടിൽ. ഓണക്കാലമാണെങ്കിലും വിഷുക്കാലമാണെങ്കിലും ഒരു അമ്മയുടെ സാന്നിധ്യം ഇതൊക്കെ വിളമ്പി തന്ന് ചുമരി ചാരി നമ്മളിൽ നോക്കി ഇരിക്കും. ഏത് വിഭവമാണോ തീർന്നത് അത് അപ്പോഴെത്തും. അങ്ങനെയുള്ള ഒരു സമൃദ്ധമായ സദ്യയുടെ പശ്ചാത്തലം, അമ്മയുടെ സാന്നിധ്യം, ഇതൊക്കെയാണ് വിഷുവാണെങ്കിലും ശരി, ഓണമായാലും ശരി, ആരുടെയെങ്കിലും പിറന്നാളായാലും ശരി, ഈ ആഘോഷങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ നഗരമായി മാറിയിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് വയനാടും. 2014 അർബൻ ഫോക്ക് ഈ റൂറൽ ഫോക്കിനെ അതിവർദ്ധിച്ചു എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നമ്മളോട് പറയുന്നത്. അതായത് നാഗരികർ വർദ്ധിച്ചു, ഗ്രാമീണർ കുറഞ്ഞു. അങ്ങനെ വയനാട്ടുകാരും അറിയാതെ നാഗരികർ ആയിത്തീർന്നു. വയൽ നാടായിരുന്നു വയനാട് ആയി. ആ വാക്കാണ് പിന്നീട് വയനാടായിത്തീർന്നത്. എവിടെയും വിസ്തൃതങ്ങളായ പാടങ്ങളായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിസ്തൃതങ്ങളായ പാടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു കാലമായിരുന്നു എന്ന് മാത്രമല്ല, ഈ ജീവവർഗങ്ങളോടൊക്കെ വലിയ കാരുണ്യം കാണിച്ചിരുന്നു എന്ന് പറയണം അന്നത്തെ വയനാട്ടിൽ. അന്ന് വയനാട്ടിൽ ഇങ്ങനെ ഒക്കൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. നെല്ലൊക്കെ എടുക്കുക.
ഈ ഒക്കിയെടുക്കുന്ന ആദ്യഘട്ടത്തിൽ ഈ കന്നുകാലികളെ വെറുതെ അതിലേക്ക് കയറ്റുക മാത്രമാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ മുഖക്കൊട്ട കിട്ടുന്നല്ലോ, അതുപോലെ മുഖക്കൊട്ട കിട്ടാൻ തുടങ്ങിയതൊക്കെ പിന്നീടാണ്. അവർ തിന്ന് കളയരുത് എന്ന് വിചാരിച്ചിട്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. അവർ തിന്നതിൻ്റെ ശേഷവും സമൃദ്ധമായിട്ടുണ്ടാവും നെല്ലൊക്കെ. അതുകൊണ്ട് അങ്ങനെ വിടുക. പിന്നീടാണ് ഈ പാറക്കല്ലൊക്കെ കഴുത്ത് കെട്ടി അത് ഉന്തി രണ്ടുപേരെ നിർത്തുന്നു. നന്ദി.